ഹലോ ഗായ്സ്, ഇന്നൊരു കുട്ടി ബ്ലോഗാണ്. ഞാൻ വളരെ സന്തോഷത്തിലാണ്. കാരണം 10ാം ക്ലാസ് പഠിച്ച ഞങ്ങൾ എല്ലാവരും ഒത്തുചേർന്ന് ഒരു മീറ്റപ്പ് ആയിരുന്നു. കുട്ടി ഗ്യാങ് ആയിരുന്നു ഞങ്ങളുടെ 10ാം ക്ലാസ്സിലെ. അപ്പോൾ എല്ലാവരും ഉള്ള എൻ്റെ ഒരു സന്തോഷമാണ് ഫേസിൽ കാണുന്നത്. പിന്നെ മാളിൽ നിന്ന് നമ്മൾ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തു. അതിനുശേഷം അവിടെ നിന്ന് RP മോളിൽ നിന്ന് ഇറങ്ങി നെക്സ്റ്റ് പ്ലാൻ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള പ്ലാനായിരുന്നു. അപ്പം എവിടെ കഴിക്കണം എന്നുള്ള എൻ്റെ പ്ലാനിങ്ങിലായിരുന്നു. അങ്ങനെ ഫുഡ് കഴിക്കാൻ വന്നു. ഫുഡൊക്കെ ഓർഡർ ചെയ്തു. പിന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു, തമാശകളൊക്കെ പറഞ്ഞു. അങ്ങനെ ടൈം പോയതറിഞ്ഞില്ല. ഫുഡ് വരാൻ ഇച്ചിരി ഡിലേ ഉണ്ടായിരുന്നു. ഫുഡ് കഴിച്ചു നമ്മൾ. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ പിന്നെ നമ്മൾ കൊല്ലം ആശ്രാമത്ത് വന്നു. അവിടെ ഇരുന്ന് 2 റീലൊക്കെ എടുത്തു. പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ ഒരു 3 മണി വരെ തണൽ വെയിലായിരുന്നു. ഉച്ചയ്ക്കാകുമ്പോൾ നല്ല വെയിലുണ്ടായത് കൊണ്ടാണ് നമ്മളവിടെ ഇരുന്നത്. അത് കഴിഞ്ഞിട്ട് ബീച്ചിൽ പോകാനായിരുന്നു പ്ലാൻ. അപ്പം അത്രയും നേരം പക്ഷേ ടൈം പോയതറിഞ്ഞില്ല. റീലെടുത്തിരുന്നു. റീൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ ഷോർട്സായിട്ട്. കാണാത്തവരത് കാണുക. പിന്നെ കുറച്ച് നേരം കൂടെ അവിടെ ഇരുന്നു. അതിനുശേഷം ഇറങ്ങി ബീച്ചിൽ വന്നപ്പോഴാണ് ഐസ്ക്രീം കഴിക്കാനായിട്ട് നമ്മൾ കയറി. അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ അവസാനം ബീച്ചിൽ വന്ന് എത്തിയിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഇവിടെ പലരും കടല് കാണുന്നത്. നോക്കൂ, അതാണ് വെള്ളം. കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല. ഇപ്പൊ തണൽ അന്വേഷിച്ചുള്ള പരക്കല്ല. ചാടിയും നല്ല വെള്ളമൊക്കെ ഉണ്ട്. നമ്മുടെ കൂടെ 2 പേരും കൂടെ ഉണ്ടായിരുന്നു. 2 പേരും കൂടെ ഉണ്ട്. ഞങ്ങളുടെ സ്പോട്ടായിരുന്നു ഗൈസ് അതൊക്കെ പണ്ട്. അതാണ് ഓർമ്മകൾ ഓടിക്കളിക്കുന്നത്. ഇപ്പൊ നമ്മുടെ അവിടെ ബീച്ചില് പാർക്കല്ലേ, ബീച്ചിൽ പണ്ട് പാർക്കായിരുന്നു. അത് നോക്കി ഇപ്പൊ പോച്ചൊക്കെ പിടിച്ച് കിടക്കുന്നു. ഞങ്ങളുടെ വിഷമം ഗൈസ്, ഞങ്ങളുടെ വിഷമം. അത് അപ്പുറത്തോട്ടാക്കിയെന്നാണ് ഞാൻ അറിഞ്ഞത്. പക്ഷെ എന്നാലും ഹലോ ഗൈസ്, ഇതാണ് 2 പേര്. കിട്ടി. നമുക്ക് പൈസ ഒന്നുമില്ല. ഇല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ മേടിച്ചേരായിരുന്നു. നമ്മുടെ കയ്യിൽ പൈസ ഒന്നുമില്ല. അതാണ് എല്ലാവരും അങ്ങനെ ആയതുകൊണ്ട് കാണുന്നവർ നിങ്ങൾ കുറച്ച് സംഭാവന ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും മേടിക്കുന്നത്. ലൈവ് പോവാണോ? ലൈവ് പോവാ. പറഞ്ഞു ഹോട്ട് വീൽസ് വാങ്ങിച്ചു ഗായ്സ് നമ്മൾ. അതെ, നിമിതയുടെ കാരണം നമ്മുടെ കണ്ണ് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹലോ ഗൈസ്, ഇത് കണ്ടോ പൊടിക്ക് എന്താണ് എന്തോ വെയിലേക്കൊന്ന് താന്നപ്പോൾ പിന്നെ ഞങ്ങൾ വീണ്ടും നടക്കാനിറങ്ങി. ബീച്ചിലോട്ടൊന്ന് ഇറങ്ങാൻ വേണ്ടിയുള്ള പ്ലാനിലായിരുന്നു. ഹായ് ഗായ്സ്, നമ്മൾ രണ്ടുപേരും ബീച്ചിലൊന്ന് ഇറങ്ങാം. നമ്മൾ അവിടെ നിൽക്കുകയാണ്. കാരണം എന്തുകൊണ്ടാണ് 2 പേരും ജീൻസും ഷൂ ഒക്കെ ഇട്ട് വന്നതാണ്ട്. ബാക്കി എല്ലാവരും എന്തോ ആസ്വദിക്കുന്നു, ബീച്ച് ആസ്വദിക്കുന്നു. ഇറങ്ങി നനഞ്ഞു വന്നാലും കുഴപ്പമില്ല. അതാണ്, എല്ലാവരും ഇറങ്ങി. നമ്മളിങ്ങനെ നോക്കിയിരിക്കുന്നു. അവരുടെ വീഡിയോ ഒക്കെ എടുത്ത് ഫോട്ടോ ഒക്കെ എടുത്ത് ഇങ്ങനെ നിൽക്കും. കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. സന്തോഷമെല്ലാം പങ്കിട്ട് 10th കഴിഞ്ഞപ്പോൾ നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല നമ്മൾ വീണ്ടും ഇതുപോലെ ഒരു ഡേ ഇങ്ങനെ ഒന്നിച്ച് കൂടുമെന്നോ ഒന്നും നമ്മൾ വിചാരിച്ചതല്ല. അപ്പോൾ എല്ലാവരും കണ്ടപ്പോൾ വളരെ ഞാൻ ഹാപ്പി ആയിരുന്നു. ആദ്യമായിട്ടാണ് നമ്മൾ 7 പേരും കൂടെ ഒന്നിച്ച് ഔട്ടിങ്ങിന് പോകുന്നത്. കഴിഞ്ഞ വട്ടം നമ്മൾ മീറ്റ് ചെയ്ത സമയത്ത് ഒരാൾക്ക് വരാൻ പറ്റിയില്ലായിരുന്നു. അപ്പം ഈ 7 പേരും കൂടെ ഉള്ള ഒരു അനുഭവം ഒരു നല്ല അനുഭവം തന്നെ ആയിരുന്നു. കുറേ നേരം നമ്മളവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തു, വീഡിയോ എടുത്തു. അതിനുശേഷം നമ്മളവിടെ നിന്ന് ഇറങ്ങാനായി. ഒരു വൈകുന്നേരം 5 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മളിനി അടുത്ത വി പാർക്കിലേക്ക് പോകാനുള്ള പ്ലാനിങ് ആയിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങാൻ പോകുകയായിരുന്നു. വളരെ നല്ലൊരു ഡേ ആയിരുന്നു. ഇന്ന് എല്ലാവരും ഹാപ്പിയാണ്. അങ്ങനെ പിന്നെ വി പാർക്കിലേക്ക് പോകാൻ പോകുകയായിരുന്നു. പിന്നെ കുറച്ച് നേരം അവിടെ നിന്ന് ഇറങ്ങി പാർക്കിലേക്ക് പോകാനായിട്ട് വി പാർക്കിലെത്തിയപ്പോൾ തന്നെ ഇവിടെ കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. അപ്പം അതിൽ എല്ലാവരും ഡ്രൈവിംഗ് സ്കില്ലാണ് ഈ കാണുന്നത്. എല്ലാവരുടെയും ഡ്രൈവിംഗ് സ്കില്ലാണ്. പിന്നെ നമ്മളെ കാണാനായിട്ട് ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ചേച്ചിയും കൊച്ചും ചേട്ടനും കൂടെ വന്നിട്ടുണ്ടായിരുന്നു.
പിന്നെ ഒരു വൈകിട്ട് 6 മണി 7 മണി രാത്രിയോടെ ആയപ്പോഴത്തേക്ക് അങ്ങനെ ഇന്നത്തെ ഒരു മീറ്റപ്പ് കഴിയുന്നതിൻ്റെ ഒരു യാത്രാ പറച്ചിലാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു കുട്ടി ബ്ലോഗ്. അടുത്തൊരു മിനി ബ്ലോഗുമായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.